BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി കുടുംബശ്രീ 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് പാലക്കാട് ചാലിശ്ശേരിയിൽ കൊടിയേറി. തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറുന്ന ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടായി. ചാലിശ്ശേരി മുലയമ്പറമ്പ് മൈതാനത്ത് ജനുവരി 11 വരെയാണ് കുടുംബശ്രീ ദേശീയ സരസ് മേള നടക്കുന്നത്. പെരിങ്ങോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സരസ് മേള ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. ചാലിശ്ശേരി മുലയമ്പറമ്പ് മൈതാനത്ത് സജ്ജമാക്കിയ വേദിയിൽ മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സരസ് മേള ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ചാലിശ്ശേരിക്ക് സ്വന്തം 13ാമത് ദേശീയ കുടുംബശ്രീ സരസ് മേളയ്ക്ക് നാടിന്റെ വികസനത്തിന് കുടുംബശ്രീ നൽകിയ സംഭാവന വളരെ വലുതാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മതനിരപേക്ഷത ഇല്ലാതായത് സമൂഹം അന്ധകാരത്തിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതാണ് നാം എപ്പോഴും മനസ്സിലോർക്കേണ്ട കാര്യം. അതിനിടയാക്കിയത് നമ്മുടെ മതനിരപേക്ഷതാ ബോധമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത കരുത്താണ്. ഈ മതനിരപേക്ഷത നമ്മുടെ സമൂഹത്തിൻ്റെ ഒട്ടേറെ മേന്മകളായി മാറ്റാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തെ പലരും പല സംസ്ഥാനങ്ങളും ഒരു മോഡലായി കാണുന്നത്. പലതും ഇവിടുത്തെ മാതൃക അവരെ പഠിക്കാൻ തയ്യാറാകും. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹം നേരത്തെയുള്ള അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് അത് കൂടുതൽ ഉയരത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആധുനിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും ആർജിക്കാനുള്ള സൗകര്യമാണ് നമ്മളിവിടെ സംസ്ഥാനത്ത് ഒരുക്കുന്നത്. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ മുഖ്യമന്ത്രി ആദരിച്ചു. കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ നേരിട്ട് വാങ്ങാൻ അവസരമുണ്ടാകും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും തനത് രുചികൾ ആസ്വദിക്കാൻ സാധിക്കുന്ന മെഗാ ഫുഡ് കോർട്ട് മേളയുടെ പ്രധാന സവിശേഷതയാണ്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, പൊന്നാനി MP ഡോക്ടർ അബ്ദുസമദ് സമദാനി, MLA മാരായ മുഹമ്മദ് മോസിൻ, P മമ്മൂട്ടി, PP സുമോദ തുടങ്ങിയവരും തദ്ദേശ സാരഥികളും കുടുംബശ്രീ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. M5 ന്യൂസ്, പാലക്കാട്.